രാഷ്ട്രീയത്തിൻ്റെ സൗമ്യമുഖം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രായം കൂടിയ ഒരു താരത്തെ തന്നെയാണ് ഇന്ന് വൺ ടച്ച് എന്ന് പറയുന്ന ഈ ഒരു പരിപാടിയിലേക്ക് തീർച്ചയായിട്ടും കിട്ടിയത്. നമുക്കറിയാം ഫുട്ബോളിനെ കുറിച്ച് ഫുട്ബോൾ ലഹരി എന്ന് പറഞ്ഞൊരു പുസ്തകം ഇത് എത്രത്തോളമാണ് ഈ ഫുട്ബോളിനെ നിങ്ങൾ നെഞ്ചേറ്റിയത്? ഫുട്ബോൾ കളി എന്ന് പറയുന്നത് മനുഷ്യന് നൈസർഗികമായി കിട്ടുന്നൊരു കാര്യമാണ്. ഒരാൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ അവൻ്റെ കാലുകൊണ്ട് ഇങ്ങനെ തട്ടാൻ തുടങ്ങും. അങ്ങനെ ചെറുപ്പം മുതലേ ഫുട്ബോൾ കളിച്ചുകൊണ്ടാണ് ഫുട്ബോൾ കളിക്കാരെല്ലാം വന്നത്. ലോകത്തിലെ ഫുട്ബോൾ രാജാവ് ഒരാളേ ഉള്ളൂ, പെലെ പറഞ്ഞത് എൻ്റെ കൊച്ചുനാൾ എന്നെ ഫുട്ബോൾ തട്ടാൻ വേണ്ടി ആരും പഠിപ്പിച്ചതല്ല, ഞാൻ സ്വയം പഠിച്ചതാണ്. അങ്ങനെ ലോകത്തിൽ ഫുട്ബോൾ എന്ന് പറയുന്ന ഈ വലിയ ഗെയിം, ആ ഗെയിം മനുഷ്യരെല്ലാവരും ഇപ്പോൾ ഒരുമിച്ച് നടത്തുക. ആ ഗെയിമിൻ്റെ ഇപ്പം ലോക ഫുട്ബോളിലെ പ്രധാനമാണ് ഫിഫ കപ്പ്. ആ ഫിഫ കപ്പ് നമ്മുടെ മുമ്പിലെത്തുക. ആ ഫിഫ കപ്പിന് വേണ്ടി രാജ്യങ്ങൾ തയ്യാറെടുക്കുക. ഇപ്പം ഇറ്റലി നമ്മുടെ മുമ്പിൽ നിന്ന് പോയി. എന്നാൽ ഫ്രാൻസുണ്ട്, ജർമ്മനിയുണ്ട്, നമ്മുടെ അർജൻറ്റീനയുണ്ട്, സാക്ഷാൽ ബ്രസീലുണ്ട്, എല്ലാ രാജ്യങ്ങളുമുണ്ട്. ഓരോ രാജ്യവും അഭിമാനത്തിൻ്റെ കാര്യമായി എടുക്കുക ഫുട്ബോൾ. നമ്മുടെ രാജ്യത്തിന് അങ്ങനെ പറയാനൊന്നുമില്ല. നമ്മളിതുവരെ ലോക ഫുട്ബോളിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രത്തിലേക്ക് നമ്മളെ ടീമിനെ കൊണ്ടുപോകാൻ പറ്റിയില്ല. അതിന് നമ്മളിപ്പോൾ എന്ത് പറയാനാ? ആരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്നാൽ ഫുട്ബോൾ പിറന്നു വീണ ചൈനയിൽ പോലും ഇപ്പോൾ ലോക ഫുട്ബോളിൽ അവരുമില്ല. പക്ഷെ ലാറ്റിൻ അമേരിക്കയും യൂറോപ്പിലും ഫുട്ബോളിലെ വമ്പന്മാരാണ്. ഇപ്പോൾ വരുന്ന ആഫ്രിക്കയും വരുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രദേശത്തെ ഫുട്ബോളിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മലപ്പുറത്തെ ഫുട്ബോളിനെ കുറിച്ച് മറക്കാൻ കഴിയില്ലല്ലോ. മലപ്പുറം ഫുട്ബോളിൻ്റെ ഒരു മക്കയാണെന്ന് നിങ്ങളെല്ലാം പറയുന്നു. അതിന് ഞാൻ അനുകൂലിക്കുകയാണ്. ഫുട്ബോൾ ഇല്ലാത്ത ഒരു പ്രദേശം ഇവിടെ ഇല്ല. എല്ലാ വീടുകളിലുള്ള ആളുകൾക്കും ഫുട്ബോളിനെ കുറിച്ച് അറിയാം. ഓരോ കുട്ടിയും ഫുട്ബോളിൻ്റെ കൂടെയാണ്. വീടുകളെല്ലാം ഫുട്ബോളിൻ്റെ ഭാഗമാണിവിടെ. സെവൻസ് ഫുട്ബോളിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു നാടാണ് ഈ നാട്. അതുകൊണ്ട് ഈ നാട്ടിൽ നമ്മുടെ ചെറുപ്പക്കാർ ഫുട്ബോൾ കളിച്ച് വലിയവരായി വലിയ കളിക്കാരാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. ഈ കുഞ്ഞിനെ കണ്ടോ, ഇതുപോലുള്ള കുട്ടികളാണ് നമ്മുടെ നാട്ടിൽ ഇനി നാളത്തെ ഭാവി. നമുക്ക് ലോകം ശ്രദ്ധിച്ച ഒരു ഫുട്ബോൾ ടീമുള്ളൊരു നാടായി മലപ്പുറം. നിങ്ങൾ ശ്രദ്ധിച്ചൊന്നും അറിയില്ല. MSP സ്കൂൾ സുബ്രതോ മുഖർജി ടൂർണമെൻറ്റിൽ ബ്രസീലിനെ വരവരഞ്ഞ് നിർത്തിയത് നമ്മുടെ കുട്ടികളാണ്. അങ്ങനെ പാരമ്പര്യമുള്ള നാടായി നാട്. അതുകൊണ്ട് ഫുട്ബോളിന് ഇനിയും വലിയ ഭാവി ഉണ്ടാകണം. അതിനുവേണ്ടി ഒരു സ്റ്റേഡിയം വേണം. നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ കേട്ട്, ഞാൻ നേരത്തെ അറിയുമെങ്കിൽ അതിനുള്ള ഏർപ്പാടുകൾക്ക് എൻ്റെ ഒരു പിന്തുണ ചെയ്യായിരുന്നു. ഇനിയും ചെയ്യാം. ഇപ്പം ക്രിക്കറ്റിന് കേരളത്തിൽ എല്ലാവരും സ്റ്റേഡിയം വരുന്നുണ്ട്. അതിനും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നോക്കാം. എന്തായാലും നമ്മളെ കളി എന്ന് പറയുന്നത് മനുഷ്യന് ജീവിതമാണ്. അരീക്കോടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്റ്റേഡിയം അത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം. അതിന് ഇനിയൊരു ഇടതുപക്ഷ സർക്കാർ വന്നാൽ താങ്കളുടെ പിന്തുണ എത്രത്തോളം? ഇടതുപക്ഷ ഗവൺമെൻറ് നയം തന്നെ അതാണ്. നമ്മൾ കളിക്കാർക്ക് പ്രോത്സാഹനം കൊടുക്കുക മാത്രമല്ല, അവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കണം. അവർക്ക് നല്ല കോച്ചിങ് വേണം. ഇപ്പോഴത്തെ കോച്ചിങ് പഴയ കോച്ചിങ് പോലെയല്ല. അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കാനുള്ള ഒരു ഗെയിം ഒരു സ്കീം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്കീം കുറച്ചുകൂടി വിപുലപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് വരാൻ പറ്റും. ഞങ്ങൾ വരുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട. ഞങ്ങൾ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും. ആ വരുന്ന അവസരത്തിൽ നമ്മൾ ഈ സ്റ്റേഡിയം ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയമാക്കും. ഇവിടെ ആവശ്യമുള്ള കോച്ചിനെ നിയമിക്കും. ഈ കളിക്കാർക്കെല്ലാം അതിന് പരിഗണന നൽകുകയും ചെയ്യും. മോൻ്റെ പേരെന്താ? അശ്മിൽ. എവിടുന്നാ വരുന്നത്? സൗത്ത് പുത്തലം. ആ, മോൻ കളിക്കൂലേ? ആ, ഒരു കളിക്കാരനാണ്. അപ്പോൾ ഇത്ര ഈ വളർന്നു വരുന്ന കുട്ടികൾക്ക് കൂടി ഒരു സർക്കാർ തലത്തിലുള്ള ഒരു അക്കാദമി കൂടി ഈ ഒരു സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടൊക്കെ തീർച്ചയായിട്ടും വളരെ കാലങ്ങൾക്ക് മുന്നേ നടത്തേണ്ടതായിരുന്നു. അത് ഒരു ഗവൺമെൻറ്റും നടത്താതെ പോയി വളരെയധികം സങ്കടപരമായ കാര്യം. എന്താണ് സാറിന് അതിൽ? അത് പരിഗണിക്കാം. നിങ്ങൾ പറയുന്ന നിങ്ങളുടെ അഭിപ്രായം ഞാൻ പരിഗണിക്കുന്നു. അതിലെന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യവും ഞാൻ ചെയ്യും, അത് ഉറപ്പ്. തീർച്ചയായിട്ടും വൺ ടച്ച് ഷഫീറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഏറ്റവും രാഷ്ട്രീയ പ്രവർത്തകനെ തന്നെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട്. ന്യൂസ് 10 അരീക്കോട്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.